എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയ് 1 2026 മെയ് 1 PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഏതാനും കറണ്ട് അഫയേഴ്സുകളാണ്. അപ്പോൾ നോക്കാം. ആദ്യത്തെ പോയിന്റ്, പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം ആർക്കാണ്? കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക്. അടുത്തത്, സാഹിത്യകാരൻ സാമുവൽ മേനയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിരിക്കുന്ന സാമുവൽ മേന പുരസ്കാരം സംവിധായകൻ ബ്ലസ്സിക്ക്. അപ്പോൾ സാമുവൽ മേന പുരസ്കാരം സംവിധായകൻ ബ്ലസ്സിക്കാണ്. അടുത്തത്, ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗ അർഹയായി. അപ്പം ഭാരതീയ ഭാഷാ പരിഷത്തിൻ്റെ മലയാള വിഭാഗത്തിലെ യുവ പുരസ്കാരത്തിന് എഴുത്തുകാരി ജിൻഷ ഗംഗ അർഹയായി. ഈ വർഷത്തെ പത്മപ്രഭ പുരസ്കാരം നോവലിസ്റ്റ് ആർ രാജശ്രീക്കാണ് ലഭിച്ചിരിക്കുന്നത്. പത്മപ്രഭ പുരസ്കാരം ആർ രാജശ്രീക്കാണ്. ഇതിൽ രാജശ്രീക്ക് ലഭിക്കുന്നത് പത്മപ്രഭ പുരസ്കാരത്തിന് 75,000 രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. അടുത്ത പോയിന്റ് നോക്കാം. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക്. അപ്പോൾ എന്താണ്? കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം കഥകളി ഗായകൻ കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്ക്. ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്ക്. ഈ വർഷത്തെ അക്കിത്തം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? കവി വി മധുസൂദനൻ നായർക്കാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധായകൻ ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എന്താണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത തിരുവനന്തപുരം അജന്ത തിയേറ്റർ ഗ്രൂപ്പിൻ്റെ വംശം മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത പോയിന്റ് നോക്കാം. പീറ്റർ മജാർ ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹംഗറിയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് പീറ്റർ മജാർ. സാമ്രാട്ട് ചൗധരി ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. അപ്പോൾ ബീഹാർ മുഖ്യമന്ത്രി ആരാണ്? സാമ്രാട്ട് ചൗധരി. അടുത്തത്, ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം രാജ്യസഭാ ഉപാധ്യക്ഷൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ആദ്യമായാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരംഗം രാജ്യസഭാ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. KS സോമശേഖർ രാജ്യസഭാ സെക്രട്ടറിയായി നിയമിതനായി. അപ്പോൾ രാജ്യസഭാ സെക്രട്ടറിയാണ് KS സോമശേഖർ. ഇനി റോമൻ ഗോഫ്മാൻ ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ തലവനായി നിയമിതനായി. ആരാണ് നിയമിതനായത്? റോമൻ ഗോഫ്മാനാണ് ഇസ്രായേൽ ഇൻ്റലിജൻസ് ഏജൻസിയായ മൊസാദിൻ്റെ തലവനായി നിയമിതനായത്. അടുത്ത പോയിന്റ് നോക്കാം. ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. ആരാണ്? ലഫ്റ്റനൻറ്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ പ്രഥമ വനിതാ മേധാവിയായി ചുമതലയേറ്റു. അടുത്തു നോക്കാം. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനൻറ്റ് ജനറൽ CJ ജയചന്ദ്രൻ നിയമിതനായി. ഒന്നുകൂടെ പറയാം. കരസേനയുടെ ലക്നൗ ആസ്ഥാനമായ സെൻട്രൽ കമാൻഡിൽ ലഫ്റ്റനൻറ്റ് ജനറൽ റാങ്കിൽ ചീഫ് ഓഫ് സ്റ്റാഫായി തിരുവനന്തപുരം സ്വദേശിയായ ലഫ്റ്റനൻറ്റ് ജനറൽ CJ ജയചന്ദ്രൻ നിയമിതനായി. അടുത്തത്, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അശോക് ലാഹിരി നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷനായി നിയമിതനായി. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അശോക് ലാഹിരിയാണ്. അടുത്തതായി,
ഒഡീഷയിലെ ലഖൻപൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കോൾ ടു അമോണിയം നൈട്രേറ്റ് പദ്ധതി ആരംഭിച്ചത് എവിടെയാണ്? ഒഡീഷയിലെ ലഖൻപൂരിലാണ്. മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവറില്ല പോഡ് ടാക്സിയുടെ നിർമ്മാണോദ്ഘാടനം മുംബൈയിലാണ് നടന്നത്. ലോക്സഭയിലും നിയമസഭയിലും 1/3 വനിതാ സംവരണം നടപ്പാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് 2023 106 ഭരണഘടനാ ഭേദഗതി. അത് പ്രകാരമാണ് ആർട്ടിക്കിൾ 334A ഭരണഘടനയുടെ ഭാഗമായത്. അടുത്ത നോക്കാം. കരസേന മുൻ മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകമാണ് ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ്. അപ്പോൾ മുൻ കരസേന മേധാവി ജനറൽ മനോജ് നരവനെയുടെ പുതിയ പുസ്തകം ഏതാണ്? ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മിത്സ് ആൻഡ് മിസ്റ്ററീസ് എന്നതാണ്. 2026 ഏപ്രിലിൽ 69ാം പിറന്നാൾ ആഘോഷിച്ച് ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയായ ഫാറ്റു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോറില്ലയാണ് ഫാറ്റു. അതിൻ്റെ 2026 ഏപ്രിലിൽ 69ാം പിറന്നാൾ ആഘോഷിച്ചു. അടുത്തത് നോക്കാം. വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു എന്താണ്? വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ത്? ഓപ്പറേഷൻ ഹിമസേതു എന്നറിയപ്പെടുന്നത്. അടുത്തത് നോക്കാം. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ വൻ. ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ദേശീയ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ആരോഗ്യ വൻ എന്നത്. അടുത്ത പോയിന്റ്. മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്. എന്താണ്? മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് കിരീടം ആർക്കാണ് ലഭിച്ചത്? ഇറ്റലിയുടെ യാനിക് സിന്നറിന്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ മികച്ച താരമായി സഞ്ജു സാംസൺ തിരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മാർച്ചിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? സഞ്ജു സാംസണാണ്. അടുത്ത പോയിന്റ്. വിസ്ഡൺ അൽ മനോക്ക് ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മയും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ്? വിസ്ഡൺ അൽ മനേക്ക് ക്രിക്കറ്റിൻ്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കും മികച്ച വനിതാ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയുടെ ദീപ്തി ശർമ്മയുമായിരുന്നു. അടുത്ത പോയിന്റ് നോക്കാം. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ യാവോഹിർ സിന്ദ്രോവും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ജേതാക്കളായി. ഒന്നുകൂടെ പറയാം. സൈപ്രസിൽ നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെൻറ്റിലെ ഓപ്പൺ വിഭാഗത്തിൽ ഉസ്ബെക്കിസ്ഥാൻ്റെ യാവോഹിർ സിന്ദ്രോയും വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ആർ വൈശാലിയും ജേതാക്കളായി. അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടി ഇന്ത്യയുടെ AS ഷെർവാനിക. എന്താണ്? അണ്ടർ 12 ഫിഡെ ലോക റാപ്പിഡ് ചെസ്സിലെ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലോക കിരീടം ചൂടിയത് ഇന്ത്യയുടെ AS ഷെർവാനിക. അടുത്ത പോയിന്റ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി സ്മൃതി മന്ദാന. പുരുഷ 2020യിലും വനിതാ 2020യിലും എന്താണ് സ്വന്തമാക്കിയത്? ഇന്ത്യ തന്നെയാണ്.